തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ജനഹിതം അട്ടിമറിക്കാനാണ് വി.ഡി. സതീശൻ്റെയും പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഈ തൃപ്പൂണിത്തുറയുടെ ജനതയെ വീണ്ടും വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. ഈ മുന്നണി ഭരണത്തിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്താണ് കഴിഞ്ഞ 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിലെ ജനത വിധി എഴുതിയത് ഇടതിനും വലതിനും എതിരായിട്ടാണ്. അതുകൊണ്ടാണ് BJP അധികാരത്തിലേക്ക് വന്നത്. BJP അധികാരത്തിൽ വന്നതിന് ശേഷവും ഇടതും വലതും ചേർന്നുള്ള ഒക്കച്ചങ്ങായി ഭരണം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ ജനത ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA വിജയിപ്പിച്ചത് തൃപ്പൂണിത്തുറയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയാണ്. സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമാക്കി, വികസിത തൃപ്പൂണിത്തുറ ലക്ഷ്യമാക്കി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നടത്തുന്ന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഇടതും വലതും ഒരുമിച്ച് നീങ്ങിയാലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ തൃപ്പൂണിത്തുറയുടെ ജനതയുടെ പിൻബലത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി ചെറുത്തു തോൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോകുമെന്ന് ഈ മുന്നണികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആർ ശ്രീലേഖ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇന്നലെയും ഞങ്ങളുടെ യോഗം മേയറും ഡെപ്യൂട്ടി മേയറും ശ്രീലേഖ മേഡവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടുള്ള യോഗം കഴിഞ്ഞിട്ട് ചില തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിഷയം പാർട്ടിക്കകത്തില്ല. ചില മാധ്യമങ്ങളുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വക്രീകരിക്കപ്പെട്ട ചില കാര്യങ്ങളാണിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശ്രീലേഖ മാഡത്തിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ അത് ഏതൊരു രീതിയിലും അതുമായിട്ട് ബന്ധമില്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, അത് ആ മറുപടിയെ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ചില ചോദ്യങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങളും ചില പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ചിലരെ വേട്ടയാടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു നിലപാട് പറഞ്ഞിരുന്നു. ആ നിലപാട് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കരിവോയിൽ ഒഴിക്കുന്നവന് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് വി.ഡി. സതീശൻ്റെ നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അയാൾക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവിടെ വസ്തുതകൾ പറയുന്നവരെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്ന കേരളത്തിൻ്റെ പുതിയ ഒരു ജമായത്തെ ഇസ്ലാമി മതേതരത്വം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ജനരോഷം കേരളത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസത്തിന് വക നൽകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വസ്തുതകളെ സംബന്ധിച്ച് കേരളം ചർച്ച ചെയ്യണം. അദ്ദേഹം വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കണം. ആ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ പറഞ്ഞാൽ വർഗീയവാദി എന്ന് ആരോപിച്ച് അദ്ദേഹത്തിനെന്നല്ല ഒരു സമുദായ നേതാവിന് നേരെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അങ്ങനെ ആക്രമിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ ശക്തികൾ മുന്നോട്ട് വരുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കൂട്ടരും കേരളത്തിലുണ്ട്. പക്ഷേ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരും ആക്രമിക്കാൻ ശ്രമിക്കുന്നവരും ആക്രമണകാരികളോട് ഇത്തരത്തിൽ ഹിംസാത്മകമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപമാനകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരോട് കാണിക്കുന്ന ഒരു സൗമനസ്യം, അതും എല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. ആരെയോ ഭയപ്പെടുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. ആ ഭയപ്പെടുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ
ആ ഭീകരതയാണോ എന്ന് കേരളം ചോദിക്കുകയാണ്. അതിന് ഉത്തരം പറയാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹവും അതോടൊപ്പം തന്നെ ആ വിമർശനത്തിന് വിധേയരായവരും ചേർന്ന് തീരുമാനിച്ച് പരിഹാരം കാണേണ്ടതാണ്. ശ്രീലേഖ മാഡം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. മാഡത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ഈ പാർട്ടിയിൽ വലിയൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ പരിഹരിച്ചോളാം. ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ വിഷമവൃത്തത്തിലാവണ്ട. നിങ്ങളുടെ തലയിൽ ഞങ്ങൾ അത് പരിഹരിക്കുന്ന വിഷയം ഇടില്ല. ഞങ്ങൾ ഇതിനെ പരിഹരിച്ചോളാം. അല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. അത് മാധ്യമപ്രവർത്തകരുടെ തലയിലേക്ക് പാർട്ടി ഇടില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു സിസ്റ്റമുണ്ട്.